ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ഒസിലിൽ നിന്ന് എന്തൊക്കെ മേടിച്ച് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പേപ്പേഴ്സും A4 ഷീറ്റ്സൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു വലിയ ഫയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റ് ഒരു A4 ഷീറ്റിൻ്റെ വലിപ്പത്തിൽ വരുന്ന ഫയലാട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഇതിനെന്തോ 50 റുപ്പീസാണെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിന് നല്ല സ്പേഷ്യസുമാണ്. നമുക്ക് കുറേ പേപ്പേഴ്സും ഒക്കെ നമുക്കതിൽ വെക്കാൻ പറ്റും കേട്ടോ. അടുത്ത് ഇതിൻ്റെ ചെറുതാട്ടോ മേടിച്ചത്. ഇത് ഞാൻ പൗച്ചായിട്ട് യൂസ് ചെയ്യാനാണ് മേടിച്ചത്. ഇതൊരു യൂണിക്കോൺ തീമായിരുന്നു. അതൊരു ഡൈനോസർ തീമായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് രണ്ടെണ്ണം. ഇത് ഞാൻ പൗച്ചായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഇനി വേർന്നിരുട്ടിക്കോന്ന് എനിക്കറിയില്ല. അപ്പോൾ അടുത്തത് ഞാൻ മേടിച്ചത് നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പാണ്. തിന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടാപ്പാട്ടോ ഞാൻ മേടിച്ചത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ക്രാഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ്. നല്ല അടിപൊളി സംഭവം കേട്ടോ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഡബിൾ സൈഡ് ടാപ്പ്. അടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഗണ്ണിലിടാൻ വേണ്ടിയിട്ട് 2 ഗ്ലൂ സ്റ്റിക്കിന് സെറ്റാട്ടോ. ഒന്നിന് 2 കേട്ടോ വരുന്നത്. ഇതിന് 14 റുപ്പീസാട്ടോ ഒന്നിന് വരുന്നത്. ഇതും നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഇത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല ഞാൻ ഇതുവരെ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് കേട്ടോ. ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തത് സെല്ലോ ടേപ്പ് ആട്ടോ വരുന്നത്, ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ്. ഇത് ഞാൻ സ്റ്റിക്കേഴ്സും സ്ക്യൂഷീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ ഇത് കമ്പി ആട്ടോ. നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കമ്പി യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നല്ല യൂസ്ഫുള്ളാട്ടോ. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്ലവേഴ്സിൻ്റെയും ട്രീസിൻ്റെയും ലീവ്സിൻ്റെ ഒക്കെ പ്രിൻ്റ് വരുന്ന ഒരു സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അടുത്തത് പറയുന്നത് ഒരു പേപ്പർ പോലത്തെ ഒരു സ്റ്റിക്കേഴ്സാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു തീമാട്ടോ. ഇതിൽ 6 പീസാട്ടോ വരുന്നത്, 6 സ്റ്റിക്കർ ഷീറ്റാണ് വരുന്നത്. അടുത്ത് വരുന്നത് സീൽ സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇത് പർപ്പിൾ ആൻഡ് ബ്ലൂ വരുന്ന ഒരു സെറ്റാണ് ഇത്. ഇതിന് തന്നെ ഒരു ഗ്രീനും യെല്ലോയൊക്കെ വരുന്ന സെറ്റിന് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് രണ്ടും നല്ല അടിപൊളി സംഭവമാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിക്കേഴ്സ് ആട്ടോ അതൊക്കെ. പിന്നെ 2 ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ട്. അതെനിക്ക് ജേണൽ ചെയ്യാൻ വേണ്ടി മേടിച്ചാട്ടോ. പിന്നെ ഇതേ ഡോംസിൻ്റെ 24 ഷെയ്ഡ്സ് കളർ പെൻസിൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറേ ആയി മേടിക്കണം വിചാരിക്കണു. അപ്പോൾ ഇത് നല്ല അടിപൊളി സംഭവമാട്ടോ. ഡോംസിൻ്റെ കളർ പെൻസിൽ നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. മെയിനായിട്ട് എൻ്റെ കയ്യിൽ പിങ്ക് കളർ സ്കെച്ച് ഉണ്ടായിരുന്നില്ല, ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പിങ്ക് കളറ് യൂസ് ചെയ്യാനും പിന്നെ വേറെ കുറച്ച് കളേഴ്സൊക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ ഇത് പറയുന്നത് ഒരു മെമ്മോ പാഡ് ലൈക്ക് സ്റ്റിക്കി നോട്ട്സൊക്കെ പോലത്തെ ഒരു സംഭവമാട്ടോ അത്. ഇതും നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സംഭവമാട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കൂടുതൽ ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് ഇഷ്ടം. പിന്നെ ഒരു നല്ല വേറൊരു ക്യൂട്ടായിട്ടുള്ള ഒരു അനിയൻ തീമാണ് തോന്നുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള വേറെ ഒരു സ്റ്റിക്കി നോട്ട്സും മെമ്മോ പാഡ്സൊക്കെ പോലത്തെ സംഭവമുണ്ട്. ഇത് നല്ല ക്യൂട്ടാട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സും ഒക്കെ ഡ്രോയിങ്സൊക്കെ ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പെന്നാട്ടോ മേടിച്ച്. ഇത് ആർട്ട് ലൈനിൻ്റെ പെന്നാട്ടോ. 0.6 ആട്ടോ ഞാൻ രണ്ടും മേടിച്ചത്. പിന്നെ ഇത് നോർമൽ നമ്മുടെ ജെൽ പെന്നാട്ടോ മേടിച്ചത്. ഇതെല്ലാം ഭയങ്കര യൂസ്ഫുള്ളാട്ടോ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനൊക്കെ. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഫെയറി ലൈറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അടുത്തായിട്ട് ഒരു ഡ്രസ് മേക്ക് ഓവറൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മേടിച്ചത് കേട്ടോ, കുറച്ച് സംഭവങ്ങളൊക്കെ. ഇതും നല്ല അടിപൊളി സംഭവമാണ്. നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ കത്തിട്ടു. പിന്നെ റൂം മേക്ക് ഓവർ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ റൂം മേക്ക് ഓവർ. പിന്നെ അതിനും വേണ്ടിയിട്ട് ആ ഫെയർ ലൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാട്ടോ ഞാൻ ഈ ഒരു ക്ലിപ്സ്, വുഡൻ ക്ലിപ്സ്. അപ്പോൾ നമ്മൾ ഡ്രസ് മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വഴിയെ ചെയ്യാം. അടുത്തത് പറയുന്നത് ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രീൻ കളറ് ഒരു വാഷി ടേപ്പ് അല്ല, ഒരു ടേപ്പാട്ടോ. ആ സ്റ്റെമ്മിൽ നമുക്ക് ഇങ്ങനെ ആ സ്റ്റെമ്മ് ഭാഗത്തൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നമുക്ക് ലീവ്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സിംഗിളായിട്ടുള്ള വാഷി ടേപ്പാട്ടോ ഇതൊക്കെ. നല്ല ക്യൂട്ടാണ്, സിംഗിളായിട്ടുള്ള വാഷി ടേപ്പാട്ടോ ഇതൊക്കെ.
പിന്നെ ഞാൻ ഒരു ക്യൂട്ട് ഫ്ലോറൽ വാഷി ടൈപ്പിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ അത്രയും ആഗ്രഹിച്ച് മേടിച്ചാട്ടോ. ആകെ എന്നിൽ ഇത്ര വാഷി ടൈപ്പുള്ളൂ കേട്ടോ, ആകെ ഇത്ര വാഷി ടൈപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ വാഷി ടൈപ്പിനോട്. പ്രത്യേകിച്ച് ഈ ഫ്ലോറലൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാട്ടോ എനിക്ക് അങ്ങനത്തെ വാഷി ടൈപ്പ്. ഇതിൽ 20 തന്നെ കേട്ടോ വരുന്നത്. ഈ ഒരു വാഷി ടൈപ്പിൻ്റെ സെറ്റിൽ നല്ല ക്യൂട്ടായി ഫ്ലോറലായിട്ടുള്ള ഡിസൈൻസാണ് വരുന്നത്. അടുത്തത് പറയുന്നത് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ചാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ്. ഇത് ഞാൻ കുറേ ആയി തപ്പി നടക്കണു. അപ്പോസിൽ പോയപ്പോൾ ഈ പൗച്ചുണ്ട്, അപ്പോൾ ഞാൻ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് 100 രൂപ കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. 100 രൂപക്ക് വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്. ഞാൻ കുറേ തപ്പി നടക്കണു ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒസിലിൽ നിന്ന് മേടിച്ച സംഭവങ്ങൾ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.